മലയോര എക്സ്പ്രസ് പ്രധാന വാർത്തകൾ പവേഡ് ബൈ ജീവനം ആയുർവേദ് ഹോസ്പിറ്റൽ ഇരിട്ടി കിഴൂർ, സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ലാസ അസോസിയേറ്റ്സ് അങ്ങാടിക്കടവ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ RSSന് പൂർണ്ണമായും കീഴടങ്ങിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വന്ദേമാതരം മുഴുവൻ ആലപിക്കാൻ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദേശീയ ഗാനം അല്ലെങ്കിൽ വന്ദേമാതരം മുഴുവൻ പാടിയില്ലെങ്കിൽ 3 വർഷം തടവ് ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് നിയമവിരുദ്ധമാണ്. ആലപിക്കുമ്പോൾ തടസ്സപ്പെടുത്തിയാൽ മാത്രമേ ശിക്ഷയുള്ളൂ എന്നതാണ് നിയമം. ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ വന്ദേമാതരത്തിന്റെ ആദ്യ വരികൾ മാത്രം പാടിയാൽ മതിയെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതാണ്. ആ തത്വം ലംഘിക്കുന്ന സതീശൻ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. കേന്ദ്ര നിർദ്ദേശം ചീഫ് സെക്രട്ടറി നടപ്പാക്കിയതാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിയമം നടപ്പാക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കണം. ചീഫ് സെക്രട്ടറി സർക്കുലർ അയക്കാൻ ഇത് പോസ്റ്റ് ഓഫീസ് പണിയാണോ എന്നും PMAY അർബൻ പദ്ധതിയിലെ കേന്ദ്ര പൊതുവിതരണത്തിന് സംസ്ഥാനം അനുമതി നൽകിയത് ശരിയായില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. MDMA കേസിൽ ചോദ്യം. MDMA കേസിൽ പ്രതിയായ സോഷ്യൽ മീഡിയ കോഓർഡിനേറ്ററെയും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. 2023 ഡിസംബർ 10 നവകേരള സദസ് പെരുമ്പാവൂരിൽ എത്തുന്നതിന് മുൻപ് തന്നെ പ്രതിയായ മുഹമ്മദ് ഹുസൈൻ സതീശനുമൊത്തുള്ള ചിത്രങ്ങൾ നിരന്തരം പങ്കുവച്ചിരുന്നു. പ്രതിയെ 3-4 തവണ മാത്രം കണ്ടിട്ടുള്ളൂവെന്ന വാദം അസത്യമാണ്. കഴിഞ്ഞ 5 വർഷം സതീശന്റെ സോഷ്യൽ മീഡിയ ടീമിലുള്ള വ്യക്തിയും 7 ജില്ലകളിലെ MDMA കച്ചവടക്കാരനുമായ ഇയാളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാതിരിക്കാൻ വഴിയില്ലെന്നും കാസർഗോഡ് വെച്ച് ഇയാൾ അബദ്ധത്തിൽ പിടിയിലായതാണെന്നും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് CPM സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ നേരിട്ട് അറിയാമെന്നും നവകേരള സദസ്സിലെ ലാത്തിച്ചാർജിൽ പരിക്കേറ്റയാൾ എന്ന നിലയിലാണ് വിളിച്ചതെന്നുമായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങളെ മാധ്യമ തത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റവും അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വിശേഷിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലെ നിയന്ത്രിക്കണമെന്ന ഒരു മാധ്യമ ആവശ്യപ്പെട്ട സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം എങ്ങനെ തടസ്സപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു. രത്തൻ ഗൽഖറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രമുഖ മാധ്യമത്തിലെ അഭിമുഖം മാറ്റിയത്. IT സെക്രട്ടറിയായിരുന്ന ഖേൽക്കറിന് മെറ്റയുമായുള്ള ബന്ധമെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. എന്നാൽ മറ്റു നേതാക്കളുടെ വീഡിയോകൾ മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി ഭീഷണിപ്പെടുത്തുന്ന നിലപാടെടുത്ത് അദ്ദേഹം പറഞ്ഞു. ഇത് ഇടതുമുന്നണി LDF യോഗവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയും വേണ്ടെന്ന് എല്ലാ കാര്യങ്ങളിലും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ